മല്ലൂസ് കപ്പിലെ ജയശ്രീസിക്കാണ് ഞാൻ ഇന്നൊരു പായസവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സേമിയ പായസമാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഇതിനകത്തൊരു സീക്രട്ട് ഉണ്ട്, അത് ഞാൻ വഴിയെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ച് ഞാൻ ഈ സേമിയയുടെ അട വറുത്ത് കോരാൻ പോവുകയാണ്. നന്നായി ചീനിച്ചട്ടി ചൂടായതിലേക്കാണ് നമ്മൾ നെയ്യ് ഒഴിച്ചത്. നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഈ അട നന്നായി ഒന്ന് വറുത്ത് കോരാനായിട്ടാണ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പായസത്തിന് വേണ്ടിയുള്ള അട നന്നായിട്ട് നെയ്യിൽ കിടന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ. ഞാനൊരു സീക്രട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സീക്രട്ട് ഇതാണ്. ക്യാരറ്റും സേമിയയും കൂടി ചേർത്തുള്ള സേമിയ പായസമാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഈ ക്യാരറ്റ് ഇടുകയാണ്. അങ്ങനെ പായസത്തിലുള്ള ക്യാരറ്റ് നെയ്യിൽ കിടന്ന് വെള്ളമെല്ലാം വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഞാനത് ഇറക്കി വെക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ പായസത്തിന് വേണ്ടിയുള്ള പാലൊക്കെ നമ്മൾ കാച്ചി മാറ്റി വെച്ചിട്ടുണ്ട്. ആ പായസത്തിനുള്ള പാത്രം വെക്കാൻ പോവുകയാണിത്. അങ്ങനെ പായസത്തിനുള്ള പാല് കാച്ചി ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഗ്യാസ് അടുപ്പിലേക്ക് വെക്കുകയാണ്. അതൊന്ന് നന്നായി തിളച്ച് വന്നിട്ട് വേണം നമുക്ക് ഈ സേമിയയുടെ അട അതിലേക്ക് ഇടാൻ. പായസത്തിനുള്ള പാല് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇടുകയാണേ. ഒരു പാത്രം പഞ്ചസാരയുണ്ട്. ഇത് 100 ഗ്രാം പഞ്ചസാരയേ ഉള്ളു. നന്നായി അടച്ച് ഒന്നും കൂടെ ഒന്ന് തിളച്ച് വെക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ചുവട്ടിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട്. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പം ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മൾ വറുത്ത് ഒരു വെച്ചേക്കുന്ന അടയും കൂടെ ഇടും. പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായി തിളച്ചിട്ടുണ്ട്. തിളച്ചതിലേക്ക് നമ്മൾ ഈ വറുത്ത് ഒരു വെച്ചിരിക്കുന്ന അട ഇടാൻ പോവാണ്. നല്ലോണം പാല് തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ച് മാറ്റി വെച്ചിരുന്ന പാലാണ്. ഒന്നുകൂടെ തിളച്ചിട്ട് നമ്മൾ അട ഇടാന്ന് വിചാരിച്ചു അട ഇടുകയാണേ. മതി. നമ്മുടെ പായസം വെന്ത് ഒരുവിധം ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നെയ്യിൽ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലേക്ക് ഇടുകയാണ്. നമ്മുടെ സേമിയയും ക്യാരറ്റും തമ്മിലുള്ള പായസം അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് നല്ല കുറുകി. അതിനകത്തോട് നമ്മൾ ഇച്ചിരി മിൽക്ക് മെയ്ഡ് ഒഴിക്കണം കേട്ടോ. നമ്മുടെ പായസം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇറക്കി വെക്കുകയാണ്. ഇറക്കി വെച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്ത് കോരി ഇതിനകത്തിടാം കേട്ടോ. നമ്മുടെ പായസം വെന്ത് റെഡി ആയതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക കൂടെ തൂവാണ്. അണ്ടിപ്പരിപ്പിടുക കേട്ടോ.
അപ്പൊ നമ്മള് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരിയിട്ടുണ്ട്. നമ്മളത് പായസത്തിലേക്ക് ഒഴിക്കാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് സേമിയയും കൂടെ ഉള്ള പായസമാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. നല്ലൊരു പായസമാണ്. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.